അപ്പോൾ നമുക്ക് ഇനി ക്രിയേറ്റ് ചെയ്യാനുള്ളത് ഇൻവിറ്റേഷൻ കാർഡിൽ കോർപ്പറേറ്റ് ഇവന്റ് ഇൻവിറ്റേഷൻ കാർഡാണ്. കോർപ്പറേറ്റ് ഇവന്റ് എന്ന് പറഞ്ഞാൽ സെമിനാർ, അതുപോലെ കോർപ്പറേറ്റ് കമ്പനികൾക്ക് വേണ്ടി അവരുടെ എന്തെങ്കിലും ഇവന്റിന് ഉണ്ടാക്കുന്ന പോസ്റ്ററാണ്. പോസ്റ്ററല്ല, ഇൻവിറ്റേഷൻ കാർഡാണ്. ഓക്കെ. ഈ കോർപ്പറേറ്റ് ഇവന്റിന്റെ വർക്കൊക്കെ നമുക്ക് വരിക എന്ന് പറഞ്ഞാൽ റയറാണ്. കാരണം ഒരു കോർപ്പറേറ്റിനൊക്കെ എന്തുണ്ടാവും, അവർക്ക് തന്നെ സെപ്പറേറ്റ് ആയിട്ട് അവർ ഏതെങ്കിലും ടീമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. കോർപ്പറേറ്റ് ഇവന്റിനൊക്കെ വരുമ്പോൾ അവർ വേറെ ഏതെങ്കിലും ടീമിനായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അവരുടെ എല്ലാവർക്കും വേറെ ആ ടീം തന്നെ ആയിരിക്കും ചെയ്യുക. ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ ഇനി ഫ്യൂച്ചറിലോട്ട് വളർന്ന് 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 വരുമ്പോൾ നമുക്കൊരു കോർപ്പറേറ്റിനായിട്ട് ടൈപ്പ് കിട്ടുക. ഇപ്പോൾ എനിക്കൊരു മൂന്നാല് എനിക്ക് കോർപ്പറേറ്റ് അല്ല, കോർപ്പറേറ്റിനായിട്ട് ഇതുവരെ ടൈപ്പ് വന്നിട്ടില്ല നമുക്ക്. കോർപ്പറേറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെറിയത് വിചാരിക്കരുത് കേട്ടോ. കോർപ്പറേറ്റ് എന്ന് പറയുമ്പോൾ വലിയ മൾട്ടിനാഷണൽ കമ്പനികളെയാണ് കോർപ്പറേറ്റ് എന്ന് പറയുക. അവരുടെ വർക്ക് നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയ കിട്ടൽ തന്നെയാണ്. ഓക്കെ, നല്ല പേയിങ് ആയിരിക്കും, നല്ല ക്യാഷ് നമുക്ക് ഏൺ ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ ഫ്യൂച്ചർക്ക് ഇങ്ങനെ എത്തിയെത്തിയാൽ നമ്മൾ ഇതിൻ്റെ ലാസ്റ്റ് അഡ്വാൻസ് ഇൻ ഫ്രീലാൻസിങ് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ തിയറി ക്ലാസ് വരുന്നുണ്ട്. അവിടെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇത്ര പോയിന്റിൽ എത്തുമ്പോൾ നമ്മുടെ കമ്പനി നമ്മുടെ ഫ്രീലാൻസിങ് വലുതാക്കണം, നമ്മൾ ആൾക്കാരെ ആഡ് ചെയ്യണം, നമ്മളെ എംപ്ലോയീസിനെ ആഡ് ചെയ്യണം. ഓക്കെ, എന്നാലാണ് നമുക്ക് ഇനിയും വർക്ക് എടുക്കാൻ പറ്റുള്ളൂ. നമ്മളെ കൊണ്ട് എല്ലാ വർക്കും നമ്മളെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. അപ്പോൾ നമ്മളെ എംപ്ലോയീസിനെ ഹയർ ചെയ്യണം. ഏത് എംപ്ലോയീസിനെ നമ്മൾ ഹയർ ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ അഡ്വാൻസ് സെക്ഷനിൽ ഈ ക്യാൻവൻ്റെ തന്നെ അഡ്വാൻസ് സെക്ഷനിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ നമുക്ക് ഈ ഒരു കോർപ്പറേറ്റ് ഇവന്റ് പോസ്റ്റർ ഇതാണ് നമ്മൾ റീക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതിലുള്ള ഈ ടെക്സ്റ്റ് ഉണ്ടല്ലോ, ഈ നടുകൂടെ അങ്ങനെ പോണേ, അത് ഞാൻ എടുത്തതിൻ്റെ വാട്ടർമാർക്കാട്ടോ. അത് ഈ ഡിസൈനിലുള്ളതല്ല. കളർ വരുന്നത് ഒരു ഡാർക്ക് ബ്ലൂ ആണ് കളർ വരുന്നത്. പിന്നെ കുറച്ച് ക്യൂബ് ഉണ്ട്. നമുക്ക് ആദ്യം ഈ ക്യൂബ് നമുക്ക് കിട്ടുമോ നോക്കാം. കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡിസൈൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് ക്യൂബ് കിട്ടുമോ നോക്കാം. ഓക്കെ, നമുക്കിവിടെ ക്യൂബ് ഉണ്ട്. അവൈലബിൾ ആയിട്ടൊരു ബ്ലൂ ക്യൂബ് നമുക്ക് എന്തുണ്ട്, ഇവിടെ ഉണ്ട്. ഓക്കെ, നമുക്ക് ഈ ബ്ലൂ ക്യൂബ് വെച്ചിട്ടാണ് ചെയ്യാം നമുക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ നമ്മൾ എന്ത് ചെയ്യണം, കളർ പിക്കർ വെച്ചിട്ട് നമ്മൾ എടുക്കണം. നമുക്ക് എക്സാക്ട് ഈ കളറിലുള്ള ക്യൂബ് നമുക്കിവിടെ കിട്ടൂല കേട്ടോ. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ക്യൂബ് റയറാ. പിന്നെ അങ്ങനത്തെ ക്യൂബ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാലോ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാൻവയിൽ ഇല്ലാത്ത സാധനം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുറത്തുനിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ വന്നിട്ട് ക്യൂബ് ബ്ലൂ അല്ലേ, ഡാർക്ക് ബ്ലൂ ക്യൂബ് ഡൗൺലോഡ് ഫ്രീ എന്ന് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും, കണ്ടാ ഈ ഫ്രീ പിക്കിൽ സാധനം ഉണ്ടാവും. കണ്ടോ, ഇത് ഫ്രീ ആണ്. ഇത് നമുക്ക് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് അങ്ങനെ ചെയ്യാം. ഇതിൽ നിന്ന് നമ്മൾ ഇത്രയും ഡിസൈൻ എല്ലാം ക്യാൻവയെന്നല്ല ചെയ്തത്. അപ്പോൾ നമുക്കിനി ഇതിൽ നിന്ന് ചെയ്യാം. എങ്ങനെ, ബ്രൗസർ കയറി ഡാർക്ക് എനിക്ക് എന്താണ് വേണ്ടത് ഞാൻ സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ഫ്രീ എന്ന് കൊടുത്തു. അപ്പോൾ ബ്ലൂ പിക്ക് എന്ന് പറഞ്ഞ സൈറ്റിൽ നിന്നാണ് ഞാൻ ഡൗൺലോഡ് ചെയ്യൽ. ഓക്കെ, ഫ്രീ പിക്ക് എന്ന് പറഞ്ഞ സൈറ്റിൽ നിന്നാണ് ഞാൻ എന്ത് ചെയ്ത്, എനിക്ക് നമ്മുടെ ക്യാൻവയിൽ കിട്ടാത്ത സാധനങ്ങൾ ഇവിടുന്നാണ് ഞാൻ എടുക്കൽ. ഓക്കെ, ക്യാൻവയിൽ കിട്ടാത്തതെന്ന് പറഞ്ഞാൽ റയ്യറാണ്. ഒരു ഒട്ടുമിക്ക കാര്യം ക്യാൻവയിൽ കിട്ടും. ഇനി കിട്ടാത്ത കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് തന്നെ ക്യാൻവയിൽ തന്നെ വേറെ വേറെ ഓപ്ഷൻ ഉണ്ട്. ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഓപ്ഷനും ഇല്ല എന്നുണ്ടെങ്കിലാണ് ഞാൻ എന്ത് വരല്, ബ്രൗസർക്ക് വന്ന് സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്യൽ. ഞാൻ ഫ്രീ പിക്ക് നിന്ന് ഡൗൺലോഡ് ചെയ്യൽ. പിന്നെ അതുപോലെ ഇവിടെ ഒരുപാട് സൈറ്റ് ഉണ്ട്. നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ ഫ്രീ എന്ന് കൊടുക്കുക. കാരണം ഈ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്കവും പ്രീമിയാണ്. നമുക്ക് ക്യാഷ് കൊടുത്താലേ കിട്ടുള്ളൂ. അപ്പോൾ ഫ്രീ ആയിട്ടുള്ളത് ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഇതെന്താ ഫ്രീ ആയിട്ടുണ്ടാ, ഇതൊക്കെ പ്രീമിയം, ഇത് പ്രീമിയാണ്, ഇത് പ്രീമിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ടുള്ള ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ്. ഇപ്പോൾ ഇത് ഫ്രീയാ. ഓക്കെ, അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യാം. അങ്ങനെ ഡൗൺലോഡ് ചെയ്താൽ നമുക്ക് ഏത് ഫയലിലായിരിക്കും കിടക്കുക, റാർ ഫയലിലായിരിക്കും ഉണ്ടാവുക. ക്രിസ്റ്റൽ ക്യൂബ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എക്സ്ട്രാക്ട് ഹിയർ കൊടുക്കുക. എക്സ്ട്രാക്ട് ഹിയർ കൊടുത്താൽ അവിടെ ഒരുപാട് ഫയൽ ഉള്ളതുകൊണ്ടാണ് കാണാത്തത്. അത് ഇവിടെ ഉണ്ട്, തിരഞ്ഞു പിടിക്കാൻ എനിക്ക് നേരല്ല. അപ്പം എന്താ, എക്സ്ട്രാക്ട് ടു ബ്ലൂ ക്യൂബ് തന്നെ കൊടുത്താൽ ആ ഫോൾഡറിൽ തന്നെ എന്താവും, അത് എക്സ്ട്രാക്ട് ആവും. ഇവിടെ എവിടെയെങ്കിലും അങ്ങനെ ഒരു ഫോൾഡർ കിടക്കുന്നുണ്ടാവും. അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന എന്താ അറിയോ, അത് നമുക്ക് എഡിറ്റബിൾ ഫയലാണ്. ഇതാണ് ആ ഇമേജ്.
അപ്പൊ നമ്മൾ ഡൗൺലോഡ് ചെയ്ത എന്താ വെച്ചാൽ എഡിറ്റബിൾ ഫയലാണ് കണ്ടാ. ആഫ്റ്റർ എഫക്ട്സ് സോറി ഇല്ലുസ്ട്രേറ്റർ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിന്റെ എഡിറ്റബിൾ ഫയലാണ് ഫ്രീ പിക്കിൽ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, അതാണ് ഏറ്റവും യൂസ്ഫുൾ എന്ന് പറഞ്ഞത് ഈ ഫ്രീ പിക്കിന്റെ. പിന്നെ നമുക്ക് എന്ത് ചെയ്യുവാണെങ്കിൽ ഈ ക്യൂബ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും തിരിച്ചു മറിച്ച് എന്ത് വേണമെങ്കിലും ചെയ്യാം. അങ്ങനത്തെ എഡിറ്റബിൾ ഫയലാണ് എന്ത് ഈ ഫ്രീ പിക്ക് നമുക്ക് കിട്ടുള്ളൂ. നമുക്ക് വേണ്ട എഡിറ്റബിൾ അല്ലല്ലോ, നമുക്ക് ഇമേജും അതിൻ്റെ ഒപ്പം കിട്ടും, എഡിറ്റബിളും കിട്ടും. വേണ്ട, ഇത് ഇല്ലുസ്ട്രേറ്റർ ഒക്കെ നിങ്ങൾക്ക് അറിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഇത് ഇല്ലുസ്ട്രേറ്റർ ഫയലാണ്. വേണ്ട, അതിൻ്റെ അകത്തുണ്ട്. ഇനി ഇത് നമുക്ക് ഈ ഫയൽ നമുക്ക് ക്യാൻവയിൽ ഇടാൻ പറ്റുമോ നോക്കാം. ചിലപ്പോൾ നമുക്കിത് ക്യാൻവയിൽ സപ്പോർട്ട് ചെയ്യും. വേണ്ട, ഇത് ക്യാൻവയിൽ സപ്പോർട്ട് ചെയ്യൂല. ആ ഫയൽ ക്യാൻവയിൽ സപ്പോർട്ട് ഇല്ല. അപ്പൊ നമുക്ക് എന്തേ ഉള്ളൂ, നമുക്ക് എന്താ വഴിയുള്ളൂ, നമുക്ക് ഇതിലുള്ള ഇമേജ് ക്യാൻവയിൽ ഇടാം. ഇമേജ് ക്യാൻവയിൽ ഇട്ടിട്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളഞ്ഞിട്ട് കളഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു, ഇവിടെ ഇതും കൂടെ പോയി, ഇവിടെ ഉള്ളതും കൂടെ പോയി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, എഡിറ്റിൽ പോവുക, ബാക്ക്ഗ്രൗണ്ട് റിമൂവറിന്റെ സെറ്റിങ്സിൽ പോവുക. ഇപ്പൊ ഇറൈസിലാണ് കിടക്കുന്നത്, അത് റീസ്റ്റോർ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, സൂം ചെയ്യുക. അപ്പൊ ഈ പോയ ഭാഗത്ത് കൂടെ ഒന്നട് വരച്ചു കൊടുത്താൽ എന്ത് സംഭവിക്കും, ആ പോയതൊക്കെ എന്താവും, റീസ്റ്റോർ ആവും. അപ്പൊ ഇവിടെ ഞാൻ റീസ്റ്റോർ കൊടുത്താൽ അവിടെ പോയത് എന്താവും, തിരിച്ചു വരും. ഇനി റൈസ് കൊടുത്താൽ എന്ത് ചെയ്യും, നമുക്കത് മായ്ക്കാൻ പറ്റും. റീസ്റ്റോർ എന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ച് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ എന്തായി, അത് നമുക്ക് തിരിച്ചു വന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യണം. എത്ര ക്യൂബ് ഉണ്ട് നോക്കണം ആദ്യം. 1 2, ഇതിന് ബ്ലർ ഉണ്ട്, ഇതിന് ബ്ലർ ഉണ്ട്, ഇതിന് ബ്ലർ ഉണ്ട്, ഇവിടെ ബ്ലർ ഇല്ല. ഇതും നമുക്ക് ഇപ്പൊ ഡൗൺലോഡ് ചെയ്ത സാധനം വെക്കാം. ഇത് നമുക്ക് ക്യാൻവയിലുള്ള വെക്കാം, ഇതും നമുക്ക് ക്യാൻവയിലുള്ള വെക്കാം. അല്ല, ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കാം. ഓക്കെ, ഏതായാലും ഈസി ആയിട്ട് നോക്കാം. നമുക്ക് ഒരുപാട് ഉള്ളതുകൊണ്ടേ കൺഫ്യൂഷൻ ആവും. പിന്നെ അവിടെ ഒന്ന്, ഇവിടെ ഒന്നുണ്ട്, ഇത് നമുക്ക് എല്ലാം ഒരേ സാധനം തന്നെ കൊടുക്കേണ്ടി വരും. ഇല്ലാന്നുണ്ടെങ്കിൽ ശരിയാവില്ല, ആ ഒരു പെർഫെക്ഷൻ പോകും. ഇതിനൊരു തിളക്കം, നമ്മൾ ഡൗൺലോഡ് ചെയ്തതിന് ഒരു 3D ലുക്ക് ഉണ്ട്. ഓക്കെ, നമ്മൾ ഡൗൺലോഡ് ചെയ്തതിന് ഒരു 3D ലുക്ക് ഉണ്ട്. ആ 3D ലുക്ക് നമ്മൾ എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. ഇത് നമുക്ക് എന്താ ഡിലീറ്റ് ചെയ്യാം. പിന്നെ ഒരെണ്ണം കൂടി, ഇനി ഏതിനൊക്കെയാണ് ആ ബ്ലർ ഉള്ളത് നോക്കിയാൽ ഇതിനൊന്നുണ്ട്, ഇതിനൊന്നുണ്ട്, ഇതിനുണ്ട്, മൂന്നെണ്ണത്തിന് ബ്ലർ ഉണ്ട്. എഡിറ്റ് പോവാ, ബ്ലറിൽ പോവാ, ബ്ലർ നമുക്കൊരു 50 കൊടുത്തോക്കാം. ഓക്കെ, ബ്ലർ 50 വർക്കിംഗ് ആണ്. പിന്നെ ഇവിടെ എഡിറ്റ്, ബ്ലർ 70 കൊടുത്താൽ 70 കൊടുത്താൽ 70 കൊടുത്താൽ നല്ല ബ്ലറായി. ഇപ്പൊ ഞാൻ ഇതിന് 50 അല്ലേ കൊടുത്തത്, അതിന്റെ സ്റ്റൈൽ കോപ്പി ചെയ്താണ്ട് ഇത് ഇട്ടാല് ഓക്കെ, ഇത്ര ബ്ലർ മതി. 70 കൊടുത്താൽ നല്ല ബ്ലറാവും.
എത്ര ബ്ലർ നോക്കാം. ഇനി നമുക്ക് ഇതിന്റെ കളർ ഒന്ന് ആദ്യത്തെ പോലെ ഒന്ന് ഡാർക്ക് ആക്കാൻ പറ്റുമോ നോക്കാം. അതിന് എന്ത് ചെയ്താൽ മതി, ഇവിടെ ടോണിൽ വന്നിട്ട് വേണ്ട ഈ സീ ബ്ലൂ കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിത്തെ മതി പക്ക നമുക്ക് ക്യൂബ് കിട്ടിയില്ല, കാരണം എന്താ, ഇതൊരു ക്യൂബ് ക്രിയേറ്റ് ചെയ്ത് വെച്ചതാണ്. ഓക്കെ, അതിന് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇതിത്തെ ഡാറ്റ നമുക്ക് ക്രിയേറ്റ് ചെയ്താൽ മതി. ഡാറ്റയും കൂടിയും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നമുക്ക് ആദ്യം ഉള്ളത് മേലെ ലോഗോ ഉണ്ട്, ആദ്യം ഇപ്പം ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് ആദ്യത്തെ ടെക്സ്റ്റ് മുഴുവനായിട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ പിന്നെ നമുക്ക് എന്ത് ചെയ്താൽ മതി, പിന്നെ നമുക്ക് അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ഓക്കെ. അപ്പോൾ അതിലുള്ള മെയിൻ ടെസ്റ്റ് ഒക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആഡ് ചെയ്യാനുള്ള ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അത് മാത്രമാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. യു ആർ ഇൻവൈറ്റഡ് എന്നാണ് ആദ്യത്തെ ടെക്സ്റ്റ്. അതിനൊരു ബോൾഡ് ഉണ്ട്, അതിൻ്റെ ഫോണ്ട് വന്നിട്ട് നോർമൽ ഫോണ്ടാണ്. നോർമൽ നമ്മളെ ക്യാൻവാസ് ആസ് ഫോണ്ടാണത്. ക്യാൻവാസ് ആസ് Canva Sans. ഫോണ്ട് സെർച്ച് ചെയ്തിട്ട് കിട്ടാതെ. ക്യാൻവാസ് ആസിൽ ഒരു മീഡിയം ഫോണ്ടാണത്. ഓക്കെ, അല്ല അത് ക്യാൻവാസ് ചെറിയൊരു മാറ്റം, ഇത് കൊടുക്കാം. അതിനൊരു ബോൾഡും പിന്നെ മൊത്തം ക്യാപിറ്റലും ആണ്. ഇതിൻ്റെ സ്പേസിങ് കുറച്ച് കുറക്കണം. സൈസ് കറക്റ്റാണ്, സൈസിൽ ഇനി മാറ്റാനൊന്നുമില്ല. ഒന്ന് ബോൾഡ് ആക്കിയ എന്തായി, അത് കറക്റ്റായി. സൈസ് ഒന്ന് കുറക്കാം. അതിൻ്റെ ഫോണ്ട് അതല്ല, അതിൻ്റെ ഫോണ്ട് എന്ന് പറഞ്ഞാൽ നോർമൽ ഫോണ്ടാണ് വരുന്നത്. നമുക്ക് ഇതിലത് ഇട്ടോട്ടോ. അതല്ല, ഓക്കെ, കറക്റ്റ് കിട്ടി. വേണ്ട ഈ എം വേണ്ട, എം സൂക്ഷിച്ച് നോക്കിയാൽ വേണ്ട.
പിന്നെ അതുപോലെ അതിൻ്റെ താഴെ എന്തുണ്ട്, ഒരു ടെക്സ്റ്റ് ഉണ്ട്. ടെക്സ്റ്റ് 1 2 3 4 ലൈനിലാണ് ടെക്സ്റ്റ് വരുന്നത്. ഓക്കെ, 4 ലൈനിലായിട്ടാണ് ടെക്സ്റ്റ് വരുന്നത്. ടെക്സ്റ്റിൻ്റെത് നോർമലാണ്. ഇവിടെ എല്ലാത്തിനും ഒരേ, നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാത്തിനും ഒരേ സാധനം തന്നെയാണ് വന്നിട്ടുള്ളത്. ടെക്സ്റ്റിൻ്റെ ഫോണ്ട് നോർമലാണ്. നമുക്ക് ക്യാൻവാസ് ആയിട്ട് ഓക്കെ, ഇതാണ് ടെക്സ്റ്റിൻ്റെ ഫോണ്ട്, നോർമൽ ഫോണ്ടാണ്. പിന്നെ കുറച്ചുകൂടെ വലിപ്പമുണ്ട്. ഇത് നമ്മൾ മേലെ ഇൻവൈറ്റഡ് ടു എന്ന് കൊടുത്ത ഫോണ്ടിലാണ് വന്നിട്ടുള്ളത്. പിന്നെ അത്യാവശ്യം നീളമുള്ളൊരു ഇതേ സ്റ്റൈൽ കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്താൽ മതി. 3 എണ്ണത്തിൽ വരുന്ന 3 ലൈനിൽ വരുന്ന അത്യാവശ്യം നീളമുള്ളൊരു ഫോണ്ടാണ്. പിന്നെ അടുത്ത ഡേറ്റ് ഇതേ സാധനം കോപ്പി ചെയ്യുക. ഇതേ സാധനം സ്റ്റൈൽ കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അത്രയല്ലേ വരുന്നുള്ളൂ. പിന്നെ ഇൻസ്റ്റഗ്രാമും ഇതാണ് വരുന്നത്. നമ്മുടെ ഇൻസ്റ്റഗ്രാമും ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടില്ല അല്ലേ? അതാണ്, ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടില്ല. ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മൾ മാറ്റിയിട്ടില്ല, നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളൂ. കളർ നമ്മളിവിടെ പിക്ക് ചെയ്ത് വെച്ചിട്ടുള്ളൂ, മാറ്റിയിട്ടില്ല. ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക, ആഡ് കളർ കൊടുക്കുക. വേണ്ട, അപ്പോഴാണ് കറക്റ്റായത്. ഇനി ഇവിടെ നമുക്ക് ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ഒരു സാധനം ഉണ്ട് ഇവിടെ, ഐക്കൺ. ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റയും ഫേസ്ബുക്ക് മാത്രം മതി. ക്രോപ്പ് ചെയ്യുക, ഇൻസ്റ്റയും ഫേസ്ബുക്ക് മാത്രം ആക്കുക. ഇവിടെ വരിക, സൈസ് നല്ലോണം കുറക്കുക, കളറിൽ പോയിട്ട് വൈറ്റ് ആക്കുക. ഓക്കെ, കളറിൽ പോയിട്ട് വൈറ്റ് ആക്കുക. പിന്നെ ABCDEF ഓക്കെ, ഒന്നും കൂടുതൽ സൂം ചെയ്ത് ചെയ്താൽ കറക്റ്റ് ആവും. ഓക്കെ, കറക്റ്റായി. ഇനി എന്ത് ചെയ്യാം, Ctrl+V, വെബ്സൈറ്റും കൂടെ ആഡ് ചെയ്താൽ www.abcdefg.com. വെബ്സൈറ്റും കൂടെ ആഡ് ചെയ്താൽ ഇതിന് ആക്ച്വലി ഇത്ര സൈസ് ഇല്ല കേട്ടോ, വെബ്സൈറ്റിനും ഇതിനൊന്നും വളരെ ചെറുതാണത്. 17 കൊടുക്കാം.
ഓക്കെ, നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതെന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ആ പോസ്റ്റർ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി അവിടെ ഒരു ലോഗോയും കൂടെ ഉണ്ട്, അതും കൂടെ ആഡ് ചെയ്താൽ നമ്മുടെ പരിപാടി എന്ത് ചെയ്തു, കഴിഞ്ഞു. എലമെന്റ്സിൽ വന്നിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ലോഗോ, ഓക്കെ, അതും കൂടെ ആഡ് ചെയ്താൽ അതിൻ്റെ കളർ മാറ്റിയിട്ട് എന്ത് ചെയ്യുക, വൈറ്റ് ആക്കുക. എന്നിട്ട് ഇത് രണ്ടും എന്ത് ചെയ്യുക, Ctrl+G ഗ്രൂപ്പ് അടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അത്ര വലുതാക്കണ്ട, ചെറിയതാണ്. ഓക്കെ, അപ്പം എന്തായി, ഓക്കെ. അപ്പം എന്ത് ചെയ്തു, നമ്മൾ എന്തൊക്കെ ക്രിയേറ്റ് ചെയ്തു, ഇൻവിറ്റേഷൻ കാർഡ്, വെഡ്ഡിങ്, ബർത്ത്ഡേ, നമ്മളൊരു കോർപ്പറേറ്റ് ഇൻവിറ്റേഷൻ കാർഡും കൂടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മളത് ഇത്രയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഒക്കെ വന്നില്ലേ? നിങ്ങൾ ഇത് എന്താ പറയുക, നിങ്ങൾ ആദ്യം എൻ്റെ ക്ലാസ് കാണുക, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇത് തന്നെ ഒറ്റയ്ക്കൊന്ന് ക്രിയേറ്റ് ചെയ്യുക. അതായത് നമ്മൾ ചെയ്ത് തന്നെ ക്ലാസ് കണ്ടിട്ടൊന്ന് ക്രിയേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ 3 മോഡലിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഞാൻ ആദ്യം പറഞ്ഞാണ്, ആദ്യം ക്ലാസ് കണ്ടിട്ട് എൻ്റെ കൂടെ ഞാൻ ചെയ്യുന്ന പോലെ ഒന്ന് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതേ 3 മോഡലിൽ വേറെ പോസ്റ്റർ റെഫർ ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ സെൽഫായിട്ട് ക്രിയേറ്റ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് ആലോചിച്ച് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയിൽ ക്രിയേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റെഫർ ചെയ്തിട്ട് നിങ്ങൾക്ക് അതുപോലെ ക്രിയേറ്റ് ചെയ്യാം. ഒരിക്കലും നിങ്ങൾ പ്രാക്ടിക്കൽ സെക്ഷനിൽ നിങ്ങൾ ടെംപ്ലേറ്റ് യൂസ് ചെയ്യരുത്. ടെംപ്ലേറ്റിൻ്റെ ആവശ്യം നമ്മളത് കഴിഞ്ഞു. ഇനി നമുക്ക് വർക്ക് വരുമ്പോൾ നമ്മൾ ടെംപ്ലേറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ ടെംപ്ലേറ്റ് യൂസ് ചെയ്ത് ചെയ്യാം. നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങൾ പ്രാക്ടിക്കൽ ക്ലാസ്സിൽ നിങ്ങൾ സെൽഫായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്ത് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് നോക്കിയിട്ട് അതുപോലെ ക്രിയേറ്റ് ചെയ്യുക 3 ആദ്യം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതേ വേരിയന്റിൽ, അതായത് ഒരു ഇൻവിറ്റേഷൻ കാർഡ്, ബർത്ത്ഡേ കാർഡ്, കോർപ്പറേറ്റ് ഇവന്റ്, ഇത് 3 നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നമ്മുടെ ബ്രൗസറിൽ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ ഇതിൻ്റെ 3ൻ്റെ എടുത്തിട്ട് നിങ്ങൾ സെൽഫായിട്ട് നിങ്ങൾ എടുക്കുന്ന റെഫർ ചെയ്തിട്ട് വീണ്ടും ഒരു 3 വേറെ തന്നെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ് നിങ്ങൾ പ്രാക്ടിക്കൽ ക്ലാസ് മൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ബൂസ്റ്റ് ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഇത്രയും ചെയ്തപ്പോൾ തന്നെയാണ്, ഇപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഒരു ഐഡിയ, നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡിൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ വന്നില്ലേ? ഓക്കെ, ഇത് നമ്മൾ സ്റ്റാർട്ടിങ്ങാ, ഇനിയുണ്ട് ഇഷ്ടം പോലെ ചെയ്യാൻ. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ അതെന്ന് പറയുന്നത്. അപ്പോൾ അതോടുകൂടി നമ്മൾക്ക് എന്ത് കഴിഞ്ഞു, ഇൻവിറ്റേഷൻ കാർഡ് കഴിഞ്ഞു. ഇനി നമുക്കുള്ള യൂട്യൂബ് തംബ്നെയിലാണ്. ഓക്കെ, വ്ളോഗിനൊന്ന്, ട്യൂട്ടോറിയലിനൊന്ന്, അതുപോലെ ബിസിനസ്സിനൊന്ന്, ഈ 3 യൂട്യൂബ് തംബ്നെയിലാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ക്രിയേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് ക്രിയേറ്റ് ചെയ്യാം.